വിലവർദ്ധനവിൽ നിന്നും 100% പരിരക്ഷ. ആഭരണങ്ങൾക്ക് 0% പണിക്കൂലി. പൂക്കൂട്ടുംപാടം മാരിഗോൾഡ് അവതരിപ്പിക്കുന്നു മാരിപ്പൊന്ന് 2025. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 04931200916. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇരുമുന്നണികളും നേർക്കുനേർ പോരാട്ടം തുടങ്ങി. നിലമ്പൂർ ടൗണിൽ നേരിയ സംഘർഷം. ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം സജീവമായി കൊണ്ടിരിക്കെയാണ് നിലമ്പൂർ ടൗണിൽ നേരിയ സംഘർഷമുണ്ടായത്. LDF സ്ഥാനാർത്ഥി എം സ്വരാജിനെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സ്വീകരിച്ച് ആനയിച്ച് LDF നടത്തിയ പ്രകടനവും UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായി നടത്തിയ റോഡ് ഷോയും കടന്നുപോയ ശേഷമാണ് നിലമ്പൂർ ആശുപത്രി റോഡ് ജംഗ്ഷനിൽ നേരിയ സംഘർഷമുണ്ടായത്. പ്രകടനങ്ങൾ മുന്നോട്ടു പോയ ശേഷവും ജംഗ്ഷനിൽ തമ്പടിച്ച പ്രവർത്തകർ തമ്മിൽ ഉണ്ടായ ഉന്തുംതള്ളും നേരിയ സംഘർഷത്തിലേക്ക് നീങ്ങുകയായിരുന്നു. നിലമ്പൂർ CI സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് പ്രവർത്തകരെ പിരിച്ചുവിടുകയായിരുന്നു. ഇരുവിഭാഗം പാർട്ടി നേതാക്കളും പ്രവർത്തകരെ നിയന്ത്രിച്ച് സംഘർഷാവസ്ഥ ഇല്ലാതാക്കി. ഇരുവിഭാഗത്തിന്റെയും പ്രചരണ വാഹനങ്ങൾ റോഡിന്റെ ഇരുവശങ്ങളിൽ നിർത്തിയിട്ട് അനൗൺസ് ചെയ്തുകൊണ്ടിരുന്നു. അതിനിടെ എത്തിയ മറ്റു വാഹനങ്ങളും മുന്നോട്ടു പോകാനാവാതെ കുടുങ്ങി. പടക്കം പൊട്ടിച്ചും പൂക്കളെറിഞ്ഞും പ്രവർത്തകർ ഉത്സവാന്തരീക്ഷം തീർക്കുകയും ടൗണിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇരുഭാഗം പ്രവർത്തകർ നിറയുകയും ചെയ്തതോടെ നിലമ്പൂർ പൂർണ്ണമായും സ്തംഭിച്ചു. അതേസമയം ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ സംഘർഷാവസ്ഥ ഉണ്ടായത് വരും ദിവസങ്ങളിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്കയ്ക്കും ഇടയാക്കുന്നുണ്ട്. ഇരുമുന്നണികളും വിജയപ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലത്തിൽ ഇപ്പോൾ തന്നെ സംസ്ഥാന നേതാക്കളും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരും ക്യാമ്പ് ചെയ്യുന്നുണ്ട്. MP-മാരും MLA-മാരും ഉൾപ്പെടെ നിരവധി UDF നേതാക്കൾ ദിവസങ്ങളായി ഇവിടെയുണ്ട്. LDF പ്രചരണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി എത്തുന്നതോടെ LDF ക്യാമ്പ് കൂടുതൽ സജീവമാകും. മന്ത്രിമാരും MLA-മാരും തെരഞ്ഞെടുപ്പ് കഴിയും വരെ മണ്ഡലത്തിൽ തന്നെ ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.